ധൈര്യത്തോടെ നിന്ന് യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ കുറിച്ച് ബോധപ്പെടുത്താൻ പറ്റും? ഞാനിങ്ങനെ സാധാരണ പ്രസംഗിക്ക് പറയാറുണ്ട്, യേശു അവൻ പറയാത്ത ഡിക്ഷണറിയിലുള്ള ഒരൊറ്റ വാക്ക, ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതറിയാമോ? യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഏതറിയാമോ? സോറി. ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യയോട് കേട്ടാ നിങ്ങൾ ആരും പറയാത്തത് പോലെ ശോഭ പറഞ്ഞു, അറിയാതെ പറഞ്ഞു, അറിയാതെ ചെയ്തു, ക്ഷമിക്കണം എന്ന് യേശു ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്തുവാ? യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പേ യേശു വിശുദ്ധനായിരുന്നു. ജീവിച്ചു വരുമ്പോഴും യേശു ആരായിരുന്നു? വിശുദ്ധനായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം എടുത്തേ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോഹന്നാൻ 19:6 കിടന്നു വായിച്ചേ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. രണ്ടാമത്തെ പ്രാവശ്യമാണ് പീലാത്തോസ് വിസ്തരിക്കുന്നത്. 5 കോണവിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ട് പീലാത്തോസ് പറയുകയാണ്, ഞാൻ അവനിൽ ആമേൻ. ഇത് പറയുമ്പോ യേശു തല ഉയർന്നു നിൽക്കുന്നു, പീലാത്തോസ് തല ഉയർത്തിയിരിക്കുക. കാരണം എന്തുവാ? പീലാത്തോസ് പരാജയപ്പെട്ടതാണ്. ആരാ? ജഡ്ജി പരാജയപ്പെട്ടിരിക്കുക. ഹലോ, എന്റെ കൂടെ നിങ്ങൾ, കോടതി പരാജയപ്പെട്ടിരിക്കുക. നാട് മുഴുവനും ഇറങ്ങി വന്ന് കുറ്റക്കാരനെന്ന് പറഞ്ഞ യേശുവിന്റെ മേൽ ജഡ്ജിക്ക്, കോടതിക്ക് ഒരു പെറ്റി കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തുവാ? ഇല്ല. അപ്പോ വേദോസ് പറയാണ്, നിങ്ങൾ വൈകുറിച്ചിട്ടോ, പക്ഷെ ഇവരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അവനുള്ള ഒരു കുറ്റവും ഇല്ല. അവൻ നീതിമാനാണ്. ക്രൂശിലെ കള്ളൻ പറഞ്ഞത് എന്തുവാ? നാം സമശിക്ഷാവിധിയില്ല, അല്ലെ? പക്ഷെ ഇവനോ അരുതാത്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പം ഈ കള്ളമാണ് മനസ്സിലാക്കിയത്. നമ്മൾ ചെയ്യുന്നത് എല്ലാം എന്തുവാ? അരുതാത്ത, ചെയ്യേണ്ടാത്ത കാര്യമാണ് ചെയ്തത്. പക്ഷെ ഈ കർത്താവിനെ തൊട്ടുക അരുതാത്തതൊന്നും. അപ്പൊ അരുതുള്ളത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് യേശു ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതൊന്നും യേശു ചെയ്തില്ല.